ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അടിയങ്ങൾക്ക് തന്ന വിലയേറിയ അവസരത്തിനാണ് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന മത്സരാർത്ഥികളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ എൻ്റെ മക്കളെ സഹായിക്കണമേ. ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളോടും സജ്ജീകരണങ്ങളോടും കൂടി ഇരുന്ന് അങ്ങ് ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കാവലിൽ ഇവയെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുവാനും സംരക്ഷണം ചെയ്യപ്പെടുവാനും സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ കർത്താവെ ഈ പ്രക്ഷേപണം കാണുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടുവാനും ദൈവവചനത്തിൻ്റെ മഹത്വം മനോഹരത്വവും അതിനെ രുചിച്ചറിയുവാനും ഇത് മുഖാന്തരമായി തീരണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് അങ്ങയിലുമായിക്കൊണ്ട് ഈ മഹത്തായ ശുശ്രൂഷ നയിക്കുവാൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ഗ്രൗണ്ട് 23 എന്ന മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം താബോർ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. മുൻ സ്റ്റേജുകളേക്കാൾ അല്പ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ബേസിക്കലി പ്രിൻസിപ്പിൾസ് എല്ലാം ഒരുപോലെയാണ്. ആദ്യ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അത് മിനി സൂസിൽ നിന്ന് ആരംഭിക്കുന്നത്. ശരിയായ ഉത്തരങ്ങൾക്ക് 5 മാർക്ക്, തെറ്റായ ഉത്തരങ്ങൾക്ക് -1 മാർക്ക്. ഉത്തരവൊന്നും പറയുന്നില്ലെങ്കിൽ മൈനസ് മാർക്കില്ല. ആളാം പ്രതി ഓരോ ചോദ്യമാണ്. റൈറ്റ്. രണ്ടാമത്തേത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അതും ആളാം പ്രതി ഒരു ചോദ്യമാണ്. ഇപ്രാവശ്യം അത് സൂസൻ നേനാൻ എന്നായിരിക്കും ആരംഭിക്കുന്നത്. തെറ്റായ മറുപടി -1 മാർക്ക്. മറുപടി ഒന്നുമില്ലെങ്കിൽ മാർക്കുമില്ല. റൈറ്റ്. ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട് വേദപുസ്തക ചരിത്രത്തെക്കുറിച്ചുള്ള റൗണ്ടാണ്. അത് മിസ്റ്റർ എൽദോയിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത്. 3 ചോദ്യം, 5 മാർക്ക് വീതം. അടുത്തത് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. അത് 2 ചോദ്യങ്ങളാണ് അതിലുള്ളത്. എന്നാൽ മുൻ സ്റ്റേജുകളെ അപേക്ഷിച്ച് 2 വ്യത്യാസങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യത്തിന് 2 പകരം 5 മാർക്കാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് 3 പകരം 5 മാർക്ക്. അപ്പോൾ 2 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ബൈബിൾ ബസറിൽ നാം ഉപയോഗിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള റൗണ്ടെന്ന് പറയുന്നത് പ്രൈസ് റൗണ്ടാണ്. ദൈവത്തെ പാടി സ്തുതിക്കുന്ന റൗണ്ടാണ് പ്രൈസ് റൗണ്ട്. ഏത് ഭാഷയിലുള്ള പാട്ടുകൾ വേണമെങ്കിലും പാടാം. ഏറ്റവും കുറഞ്ഞത് 3 മിനിറ്റെങ്കിലും പാടണം. മാക്സിമം 5 മിനിറ്റോ 6 മിനിറ്റോ ഒക്കെ പാടാം. സഭയിൽ പാടുന്ന പാട്ടുകളോ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള പാട്ടുകളാണ് ആലപിക്കേണ്ടത്. 5 മാർക്കാണ് ഒരു പാട്ട്. അപ്പോൾ അതാണ് പ്രൈസ് റൗണ്ട്. ഈ റൗണ്ടുകൾ അത്രയും കഴിച്ചിട്ടും ഒരു വിജയിയെ കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ അവസാനമായിട്ട് എനിക്ക് ബൈബിൾ ബോംബ് ഉപയോഗിക്കേണ്ടി വരും. ഇതിൻ്റെ ആവശ്യം വരികയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മത്സരത്തിൻ്റെ ഘടന. എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നുമില്ല. എൽദോ? റൈറ്റ്. എന്നാൽ ഈ സ്റ്റേജിൽ പ്രത്യേകിച്ച് നമ്മൾ 3-ാം സ്റ്റേജിൽ എത്തിയിരിക്കുന്നു. പ്രേക്ഷകരെ സ്വയമായിട്ട് പരിചയപ്പെടുത്തിക്കുള്ളൂ. എൻ്റെ പേര് മിനി സൂസൻ ഷാജി. ഞാൻ കോഴഞ്ചേരി കുറിയന്നൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. സഭ മാർത്തോമാ സഭയാണ്. ഹസ്ബൻഡ് 2 കുഞ്ഞുങ്ങളുണ്ട്. ഹസ്ബൻഡ് റിട്ടയർഡ് എഞ്ചിനീയറാണ്. കുഞ്ഞുങ്ങൾ
മോൻ ചെന്നൈയിൽ സെറ്റിൽഡ്, മോള് ഓസ്ട്രേലിയയിൽ. താങ്ക് യു സൂസൻ. യെസ്, എൽദോ. എൻ്റെ പേര് എൽദോ എന്നാണ്. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ജാക്കബറ്റ് വിവാഹത്തിലാണ് പങ്കെടുക്കുന്നത്. എനിക്ക് ഭാര്യയും 3 മക്കളുമാണ്. മൂത്ത മകളെ വിവാഹം കഴിച്ചു. രണ്ടാമത്തെ മകൻ തിരുവനന്തപുരത്ത് തന്നെ ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ ആൾ നഴ്സിങ്ങിന് ഫസ്റ്റ് ഇയറായിട്ട് പഠിക്കുന്നു. ഇത്രയാണ് എനിക്ക് പറയാൻ. താങ്ക് യു മിസ്റ്റർ എൽദോ. സൂസൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സൂസൻ നൈനാൻ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. IPC താബോർ ചർച്ചിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഒരു മോനും അവന് 3 കുഞ്ഞുങ്ങളുമുണ്ട്. അവർ UK-യിലാണ്. മോളും മോനും കുഞ്ഞുങ്ങളൊക്കെ അവിടെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കി തന്നതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇവിടെ കടന്നു വന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി. ഇന്ന് വരെ പല ബൈബിൾ ക്വിസുകളിൽ പങ്കെടുത്തെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ബൈബിളിനെ കുറിച്ചുള്ള പരിചയം അതാണ് ഇവിടുന്ന് എനിക്ക് ലഭിക്കാൻ ഇടയായി തീർന്നത്. എല്ലാവർക്കും അതിന് അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രത്യേക സാറിനും മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സൂസൻ. താങ്ക് യു. അടുത്തതായിട്ട് പരിചയപ്പെടുവാനുള്ളത് നമ്മുടെ സ്കോർ കീപ്പേഴ്സിനെയാണ്. ഇത് മിസ് രാജീവ് വർഗീസ് നമുക്ക് പരിചയമുണ്ട്. എൻ്റെ പ്രിയഭക്തിയും കൂട്ടുവേലക്കാരിയുമാണ്. ഈ ശുശ്രൂഷ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. മിസ് രാജിയെ ഈ എപ്പിസോഡിലേക്ക് കർത്തൃനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്ത സ്കോർ കീപ്പറായി ഇന്ന് എത്തിയിട്ടുള്ളത് മിസ്സസ് മോളി റോയാണ്. എൻ്റെ സഹോദരിയാണ്. ഈ ശുശ്രൂഷയിൽ വളർന്നതാണ്. അപ്പോൾ ഈ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്നു. മിഴുവേലി ഹോളി ഇന്നസെൻറ്റ് മഹാ ഇടവകയിലെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സാണ്. കർത്ത ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട മോളിയെയും ഈ എപ്പിസോഡിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് പ്രേക്ഷകരായ നിങ്ങളെ കർത്തൃനാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ എളിയ ശുശ്രൂഷ നിമിത്തം കർത്താവ് ഉയർത്തപ്പെടുവാനും ദൈവവചനം അനേകരിലേക്ക് പകർത്തപ്പെടുവാൻ തക്കവണ്ണം മുഖാന്തരം ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. സോ മിനി സൂസൻ ഷാജി റെഡി? റെഡി. ചോദിക്കട്ടെ? ചോദിക്കും. വളരെ ലളിതമായ ചോദ്യം. യഹോവയാം ദൈവം പേരിട്ട ദാവീദിന്റെ പുത്രൻ ആര്? എന്തു പേര്? സലോമോൻ. ശലോമോൻ ശരിയായ ഉത്തരമാണ്. പിന്നെ യെദിദ്യാവ്. യെദിദ്യാവ്. അപ്പോൾ 2 പേരുണ്ട് ഇല്ലേ? ആ 2 പേരും എങ്ങനെയാ 2 പേര് വരുന്ന ഒരാൾ? നാഥാൻ പ്രവാചകൻ സ്നേഹിച്ചുകൊണ്ട് യെദിദ്യാവെന്ന് പേര്. യെസ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ശലോമോൻ എന്ന് പേരിടാൻ പറഞ്ഞത് ദൈവമാണ്. ദൈവം ആദ്യമേ ദാവീദിനോട് ശലോമോൻ എന്നുള്ള പേരിടാൻ പറഞ്ഞു. എന്നാൽ പ്രസവം കഴിഞ്ഞ ശേഷം നാഥാനെ പറഞ്ഞു ആ പേര് പോലെ അവന് യെദീദ്യാവ് എന്നുള്ള പേര് കൂടെ കൊടുക്കുക. ഉത്തരം വളരെ ശരിയാണ്. വിശകലനം വളരെ കറക്റ്റാണ്. മിനി സൂസൻ ഷാജി ഗെറ്റ്സ് 5 മാർക്സ്. റൈറ്റ്. മിസ്റ്റർ എൽദോ റെഡിയാണ്? ഓക്കെ. ഓൾ റൈറ്റ്. കൽദേർ ദാനിയേലിന് നൽകിയ പേർ എന്ത്? ആരാണ് പേരിട്ടത്? 2 ചോദ്യമാണ്. കൽദേർ ദാനിയേലിന് നൽകിയ പേരെന്ത്? ആരാണ് പേരിട്ടത്? ബെൽസസർ എന്നാണ്. ബെൽസസർ എന്നാണ് നൽകിയ പേര്. ഞാൻ സമ്മതിക്കുന്നു. മെൽസറാണ് പേരിട്ട്. എന്തോ? മെൽസർ. മെൽസർ എന്നാണ് പേരിട്ടത്. സൂസൻ എന്ത് പറയുന്നത്? ശരിയാണോ? ശരിയാണ്. സൂസൻ ശരിയാണ്. 2 സൂസന്മാരും ശരിയാണെന്ന് പറഞ്ഞതുകൊണ്ട് താങ്കൾക്ക് 5 മാർക്ക് ലഭിക്കും. ഓൾറൈറ്റ്. അടുത്ത ചോദ്യം സൂസനോടാണ്. മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ നശിപ്പിച്ചത് ആരാണ്? ഹിസ്കിയാവ്. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്ക്. ഒരു ഉപചോദ്യം കൂടെ ചോദിച്ചോളട്ടെ. നിങ്ങൾക്ക് ബസർ അമർത്താം കേട്ടോ, ഉത്തരം അറിയാമെങ്കിൽ. ആ പിച്ചള സർപ്പത്തെ എന്താണ് വിളിച്ചിരുന്നത്? നെഹുഷ്ടാൻ. റൈറ്റ്. സൂസന് ബോണസ് മാർക്കായിട്ട് 2 മാർക്ക് കൊടുക്കും. റൈറ്റ്. സോ ദാറ്റ് ബ്രിങ്സ് us to the close of the Old Testament round.
Will you please give me the mark list? Mini Susan 7 marks. Mini Susan gets 7 marks. Mr. Eldo 5. Mr. Eldo gets 5 marks. Mrs. Susan 5. Mrs. Susan gets 5 marks. യേശു ഒരു പരീക്ഷൻ്റെ വീട്ടിൽ വെച്ച് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞു. ആ പരീക്ഷൻ്റെ പേരെന്താണ്? ഷീമോൻ്റെ വീട്ടിൽ വെച്ചാണ്. റൈറ്റ്, ശരിയാണ്. 5 marks for Susan Nainan. ഒരു തപ്പല് പോലെ വന്നു. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു മിസ്റ്റർ എൽദോ. യേശു മറ്റൊരു സ്ത്രീയോട്, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ആ സ്ത്രീ ആരാണ്? ജ്ഞാനായക്കാരിയായ സ്ത്രീ. ജ്ഞാനായക്കാരി അല്ല. -1 മാർക്ക് ടു എൽദോ. -1 മാർക്ക്. രക്തസ്രാവകാരിയായ സ്ത്രീ. Exactly, Mini Susan gets the right answer. രക്തസ്രാവക്കാരിയായ സ്ത്രീയാണ്. അത് തമ്മിലുള്ള വ്യത്യാസം രണ്ടും പറഞ്ഞ ഒരു കാര്യമാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, രക്തസ്രാവക്കാരിയോട് ഒരു വാക്കൂടെ കൂടുതൽ പറഞ്ഞു. ഒഴിഞ്ഞ് എന്ന് അതല്ല, മകളെ എന്ന് അഭിസംബോധന ചെയ്തു. മകളെ നിന്റെ വിശ്വാസം. മകളെ എന്നുള്ള വിളി കർത്താവ് എല്ലാവരെയും മകളെ എന്ന് വിളിച്ചിട്ടില്ല. ഓൾറൈറ്റ്, റൈറ്റ്. സൂസൻ ഗോട്ട് ഇറ്റ് റൈറ്റ്. മിനി സൂസൻ. ഓൾറൈറ്റ്, മൂന്നാമത്തെ ചോദ്യം മിനി സൂസനോടാണ്. ലെഗിയോൻ ബാധിച്ച മനുഷ്യന്റെ സ്വദേശം ഏതാണ്? ഗദരദേശം. ഗദരദേശം. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ് ഫോർ മിനി സൂസൻ ഷാജി. റൈറ്റ്, പ്ലീസ് ഗിവ് ദ സ്കോർ കാർഡ്. Mini Susan Shaji 9 marks. Yes. Mini Susan Shaji 9 marks. Eldo -1. Mr. Eldo -1. Susan Nainan 5 marks. And Susan Nainan 5 marks. Right. അടുത്തതായിട്ട് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. ആരംഭിക്കുന്നത് മിസ്റ്റർ എൽദോയിൽ നിന്നാണ്. റെഡി? ലുദിയ ഏത് പട്ടണക്കാരിയായിരുന്നു? ത്വയഥൈര പട്ടണക്കാരി. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ് ഫോർ മിസ്റ്റർ എൽദോ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. യെസ് സൂസൻ, റെഡി? റൈറ്റ്. കേരള ക്രൈസ്തവ ചരിത്രത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയ പുസ്തകങ്ങളിൽ ഒന്നായ മഹദിയാം ബാബിലോൺ എന്ന കൃതിയുടെ രചയിതാവാരാണ്? മഹദിയാം ബാബിലോൺ. പാസ്. റൈറ്റ്, ഓക്കെ. മിനി സൂസൻ ഷാജി. പാസ്. പാസ്. എൽദോ. പാസ്. പാസ്റ്റർ കെ എബ്രഹാം. എൽദോയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു? എനിക്ക് ഡൗട്ടുള്ള കാരണമാണ് ഞാൻ പറയാതെ ഇരുന്നത്. അങ്ങനെ പറയാതിരുന്ന മാർക്കങ്ങ് പോയില്ലേ? കയ്യിൽ നിന്ന് പോയത്. തോക്കിന്ന് പോയ വടികൊണ്ട് തിരിച്ചു വരുമോ? ഒരു മാർക്ക് പോകില്ല. അറിയില്ല, പോട്ടെ. ഞാൻ വിചാരിച്ചു സൂസനെ തന്നെ അറിയാവുന്നില്ല. ഇപ്പം എല്ലാ പെന്തക്കോസുകാരുടെയും പെന്തക്കോസ് സഭാ വിശ്വാസികളുടെയും ഒക്കെയും ഒരു മാർഗദീപമാണ് മഹദിയാം ബാബിലോൺ. ഏറ്റവും കേരളത്തിൽ വായിക്കപ്പെട്ടുള്ള പുസ്തകങ്ങളിലൊന്നാണ് മഹദിയാം ബാബിലോൺ. ഞാൻ മിനി സൂസൻ അത്രയും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ ഞാൻ സൂസനിൽ നിന്ന് മറുപടി പ്രതീക്ഷിച്ചു. സാരമില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇനി എങ്ങനെ മനസ്സിലാവും? വായിക്കണം, വായിച്ചില്ലേ വായിക്കണം മഹദിയാം ബാബിലോൺ. കേട്ടോ? അടുത്ത ചോദ്യം ആരോടാണ്? മിനി സൂസൻ ഷാജിയോട്. എളുപ്പമുള്ള ചോദ്യമാണ്. റൈറ്റ്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പുസ്തകം ഏതാണ്? സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങൾ. എത്ര വാക്യങ്ങളുണ്ട്? ചാപ്റ്റേഴ്സ് 150.
ചാപ്റ്റേഴ്സ് എനിക്കറിയാം. Verses അറിയില്ല. 2461 വാക്യങ്ങളുണ്ട്. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. രണ്ടാമത്തെ വലിയ പുസ്തകം ഏതാണ്? സങ്കീർത്തനങ്ങൾ ഒന്നാമത്തെ വലിയ പുസ്തകം നീളത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്. രണ്ടാമത്തേത് ഫസ്റ്റ് ബുക്ക്. അടുത്ത പുസ്തകം ഏതാണ്? യെശയ്യാവ്. യെശയ്യാവ്. വെരി റൈറ്റ് ആൻസർ. യെശയ്യാവ് രണ്ടാമത്തെ വലിയ പുസ്തകമാണ്. തമ്മിലുള്ള വ്യത്യാസം, സങ്കീർത്തനങ്ങൾ 2461 വാക്യങ്ങൾ ഉൾക്കൊള്ളും. യെശയ്യാ പ്രവചനം 1292 വാക്യങ്ങളാണ്. വെരി ഗുഡ് ആൻസർ. 5 marks for Minnie Susan Shaji. Right? Please give the scorecard. Minnie Susan Shaji 5 marks. Minnie Susan Shaji gets 5 marks. Mr. Eldo 5. Mr. Eldo also gets 5 marks. Susan 9 and Nil. Susan and Anil 5 മാർക്ക് കിട്ടേണ്ടതാണ്. പോയി. റൈറ്റ്. അടുത്തത് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. കൈയുടെ വേഗത വളരെ പ്രധാനമുള്ളതാണ്. പലയിടത്തും ഇതുവരെയുള്ള എപ്പിസോഡിൽ പലർക്കും നഷ്ടപ്പെട്ടത് കൈ കൊണ്ടുവന്നപ്പോഴത്തേക്കും വേറൊരാൾ ഞെക്കി എന്നുള്ളതാണ്. എനിക്ക് അവസാനം പരിശോധിക്കേണ്ടതായിട്ട് വന്നു. അതിന് വല്ല പൊട്ടൽ പോലെ സംഭവിച്ചു വന്നു. അത്ര വേഗത്തിലാണ് കയറി കാച്ചത്. റൈറ്റ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ക്വിസിൽ വേറൊരു കാര്യമുണ്ട്. വളരെ കുറുക്കുള്ള ചോദ്യങ്ങളാണ്. എൽദോയെ പോലുള്ളവർക്കൊക്കെ അത് പിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇവരൊക്കെ പാവങ്ങൾ. എല്ലാം മനസ്സിലായില്ലേ? ഓക്കെ, റെഡി. യഹോവ ലേയായുടെ ഗർഭാശയം തുറന്നത് എപ്പോഴാണ്? യെസ്, സൂസൻ. ഐ എക്സ്പെക്ട് എ ഗുഡ് ആൻസർ. അവൾ അനിഷ്ട എന്ന് കണ്ടപ്പോൾ. പോരാ, കുറച്ചുകൂടെ വിശദീകരിക്കണം. ലേയുടെ കണ്ണ് മങ്ങിയതായിരുന്നുകൊണ്ട് യാക്കോബിന് അവളോട് സ്നേഹക്കുറവുണ്ടായിരുന്നു. ലേയോടായിരുന്നു റാഹേലിനോടായിരുന്നു സ്നേഹം കൂടുതലുണ്ടായിരുന്നു. അപ്പം അവളെ അനിഷ്ട എന്ന് കണ്ടപ്പം യഹോവ അവളുടെ ഗർഭം തുറന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അനിഷ്ട എന്നുള്ള വാക്ക് ഇഷ്ടമില്ലാതെ ഇഷ്ടക്കേട്. അത് സൂസൻ വായിച്ചത് പഴയ ബൈബിളാണ്, സത്യവേദ പുസ്തകമാണ്. ഞാൻ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് യാക്കോബ് ലേയയെ വെറുക്കുന്നു എന്ന് യഹോവ കണ്ടപ്പോൾ. അനിഷ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇഷ്ട എന്നുള്ളൊരു സംഭവം ഇപ്പോഴത്തെ തലമുറ ചോദിക്കും. എന്നെ വളരെ ലളിതമായിട്ട് എഴുതിയിരിക്കുകയാണ്. യാക്കോബ് ലേയയെ വെറുക്കുന്നു, ഇഷ്ടമില്ല, സ്നേഹത്തിൻ്റെ അനുപാതികമല്ല. അവളെ വെറുത്തു എന്ന് പറയുമ്പോൾ ഒരു വേറൊരു അർത്ഥമാണ്. അപ്പോൾ സൂസൻ പറഞ്ഞ ആ ഭാഗം ശരിയല്ല. കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ അളവുകൾ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് സ്നേഹിക്കുകയല്ല, അവളെ വെറുത്തപ്പോഴാണ് ദൈവം പ്രവർത്തിച്ചത്. ഉത്തരം വളരെ ശരിയാണ്. 5 marks for Susan Nainan. Right. രണ്ടാമത്തെ ചോദ്യം. ഇസ്രായേലിലെ 2 ഗോത്രങ്ങൾക്ക് മാതാവായി തീർന്ന റാഹേലിന്റെ ദാസിയുടെ പേരെന്ത്? ഗോത്രങ്ങളേത്? യെസ്, യെസ് പറഞ്ഞാട്ടെ. ബിൽഹ. ഉത്തരം വളരെ ശരിയാണ്. ഗോത്രങ്ങൾ ഏതാണ്? ദാൻ, നഫ്താലി. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. ഞാൻ ഒരു മാർക്ക് കുറയ്ക്കേണ്ടതാണ്. ഒരു ഉത്തരം സൂസനുള്ള സ്നേഹം നിമിത്തം ഞാൻ പറഞ്ഞു പോയി. ഇനിയിപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അതിനകത്ത് എൽദോയ്ക്ക് പ്രയാസമുണ്ടോ? മുമ്പേ താങ്കൾക്കൊരു സഹായം ചെയ്തതെന്നാണ്. ഒരു പ്രയാസമില്ല, സന്തോഷമേ ഉള്ളൂ. എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല. വെരി ഗുഡ്, അതെനിക്കറിയാം. സോ Susan Nainan gets 5 marks for that, right? So that's a beautiful round. Will you please give the scorecard now? Minnie Susan Shaji nil. Minnie Susan Shaji nil marks. All right. Eldo nil. Eldo also nil marks. Waiting for the next round. Susan Nainan 10 marks. Susan Nainan 10 marks. Right. അടുത്തതായിട്ട് പ്രൈസ് റൗണ്ട് ആണ്. സംഗീതത്തിൻ്റെ അഗാധങ്ങളിലേക്ക് പോകാനുള്ള റൗണ്ടല്ല. ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് മുഖ്യമായ ലക്ഷ്യം. ഏത് ഭാഷയിൽ വേണമെങ്കിലും പാടാം. മിനിമം 3 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ പാടാം. ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രയാസങ്ങളൊന്നുമില്ല. പാടുക, ദൈവത്തെ സ്തുതിക്കുക. ഞാൻ 4 ഭാഷകളിൽ 482 പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഷ വളരെ വളരെ സുഖകരമായ കാര്യമാണ്.
ഓക്കെ മിനി പാടി. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ, കൊടുംവെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, കൊടുംവെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. മനോഭാരത്താൽ അലഞ്ഞ്, മനോവേദനയാൽ നിറഞ്ഞ്, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും മറക്കുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും ഉപേക്ഷിക്കില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. എൻ്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണഞ്ഞിടും താൻ, പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ, പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ. താങ്ക് യു മിനി സൂസൻ ഷാജി. അടുത്തതായിട്ട് മിസ്റ്റർ എൽദോ ആണ്. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാനസാധ്യമേ അത്. കൃപയേ കൃപയേ വർണ്ണിപ്പാനസാധ്യമേ അത്. നന്ദി യേശുവേ നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല, നിൻ ശക്തിയാ നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല,
നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ നിത്യകൃപയാൽ നിർത്തിയിടും കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ. നന്ദി യേശുവേ നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. കോഴിതൻ കുഞ്ഞിനെ ചിറകാടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകാടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകാടിയിൽ വഹിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ വേലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ വേലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിർത്തിയിടും കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാൽ, വൈഷമ്യമേടുകളിൽ കാരം പിടിച്ചു എന്നെ നടത്തിയതാൽ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. താങ്ക് യു മിസ്റ്റർ എൽദോ. സൂസന്നെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാമൻ യേശുവേ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളങ്കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാമൻ യേശുവേ. ഹൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ
നോക്കിയതിനാൽ തുമ്പമൊന്നും യേശില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളംകരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാമൻ യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാമൻ യേശുവേ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളംകരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാമൻ യേശുവേ. താങ്ക് യു. താങ്ക് യു സൂസൻ. പ്രൈസ് റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. 3 പേരും അവരുടെ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു ആത്മാവിഷ്കാരമായിട്ടാണ് ഈ പാട്ടുകൾ പാടിയതെന്ന് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. മിനി സൂസൻ ഷാജി ഗെറ്റ്സ് 4 മാർക്സ്, 4 മാർക്കാണ്. എൽദോയ്ക്ക് പാടാൻ അറിയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടും ഫുൾ ലെങ്തിൽ മനോഹരമായിട്ട് പാടി 3.5 മാർക്ക് ലഭിക്കുന്നു. സൂസൻ നൈനാൻ 4 മാർക്ക് ലഭിക്കുന്നു. അതോടെ നമ്മുടെ പ്രൈസ് റൗണ്ട് അവസാനിക്കുകയാണ്. First prize goes to Mrs. Mini Susan Shaji, First prize goes to Mini Susan Shaji, 25 marks. 25 marks. And the second prize to Mrs. Susan Nainan, And the second prize goes to Susan Nainan, 24 marks. 24 marks. And Mr. Eldo, 12.5. And Mr. Eldo, 12.5 marks. Very good, very good. അടുത്തതായിട്ട് സമ്മാനദാനമാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൽ വന്ന് പങ്കെടുത്ത നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് അനേകർ കർത്താവിൻ്റെ സാക്ഷ്യമാകാനൊരു മുഖാന്തരമായും ദൈവവചനത്തിൻ്റെ പ്രചാരണത്തിനും പ്രചരണത്തിനും മുഖാന്തരമായും ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.